DSRI രാഹുൽ സദാശിവൻ, പ്രണവ് മോഹൻലാൽ മൂവി. സിനിമ അടിപൊളിയാണ്, പക്ഷേ സിനിമ വെച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അതും സിനിമ എക്സ്പീരിയൻസ് അല്ല, സിനിമ തിയേറ്ററിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ സിനിമയ്ക്ക് കൊണ്ട് 2-2.5 മണിക്കൂർ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് ഒരു ശല്യവും ഇല്ലാണ്ട് പടം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണം. പക്ഷേ ഇവിടെ സിനിമ തുടങ്ങിയ പോലെ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങളുണ്ടാവും. സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് കുറേ കയറി വരും. മര്യാദയ്ക്ക് സിനിമ കണ്ടുള്ളതിന് ശല്യമായിട്ട് ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെ തൻ്റെ കയ്യിൽ നിന്ന് വാച്ചില്ലേ? 6 മണിക്ക് സിനിമയാണെങ്കിൽ ഒരു 5:50 അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെ ഒരു പടത്തിന് ലേറ്റ് ആയിട്ട് പോയിട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ ആക്സിഡൻറ്റോ അതല്ലെങ്കിൽ ടയർ പഞ്ചറൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ട് നമുക്കത് സമ്മതിക്കാം. പക്ഷേ 6 മണിക്കുള്ള സിനിമയ്ക്ക് 6:30 ആകുമ്പോൾ കയറുന്നത് എന്തിനാണ്? പിന്നെ പടം കാണുന്ന ഒരു ശല്യം ചെയ്ത് നിങ്ങൾക്കും കഥ മനസ്സിലാവില്ല. കണ്ടുകൊണ്ടിരിക്കാൻ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഓക്കെ അതും പോട്ടെ, ബേബീസ് ആയിട്ട് കയറുന്നത് കുട്ടികളെയൊക്കെ കൊണ്ട് എന്തിനാണോ സിനിമയ്ക്കുന്നത്? അതും കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് 1, 2, 3 വയസ്സായ കുട്ടികൾ, അവർക്ക് ആ ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ അത്ര ഹൈ വോളിയം ഹെൽത്തി ആണെന്ന് അറിയില്ല. ഇരുട്ടൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾ പാനിക്കാവും. എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? ലുക്ക്, കുട്ടികളെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അറിയാം. മൈ ഫ്രണ്ട്സ് ഹാവ് കിഡ്സ് ആൻഡ് ഐ നോ ഹൗ ഹാർഡ് ഈസ് ടു ടേക്ക് കെയർ. പക്ഷേ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. വൈ ഷുഡ് വി സഫർ ഫ്രം ദാറ്റ്? നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം നിർബന്ധമാണെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് കാണുക. ഈ ഹൗസ്ഫുള്ളായ തിയേറ്ററിൽ അത്ര ഹൈ വോളിയമിൽ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്താൽ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് സ്പോയിലാണ്. അത് ചിലവർ കുട്ടികൾ കിടന്ന് കഴിയുമ്പോൾ പുറത്ത് എടുത്തുകൊണ്ടാണുള്ള ഒരു മാന്യത പോലും കാണിക്കില്ല. ഈ കൊണ്ടുവരുന്ന സിനിമകളാണ്. ഞാൻ RRR KGF പോകുമ്പോഴാണ് തിയേറ്ററിൽ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് 2 ദിവസം മുമ്പ് ഡൈസറയ്ക്ക് തന്നെ പോയിട്ട് കുട്ടികൾ റേറ്റഡ് പടമാണ്. ഇതിനിങ്ങനെ കുട്ടികളെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു. ബി എ റെസ്പോൺസിബിൾ പാരന്റ്. ഒന്നുകിൽ കുട്ടികളെ വീട്ടിലിട്ട് വരിക. നമ്മളെ നാട്ടിൽ ഈ ബേബി സിറ്റിംഗ് കൾച്ചറൊന്നും അത്ര പോപ്പുലർ അല്ലാന്നറിയാം. വീട്ടിൽ ചേച്ചിയോ അനിയനോ അല്ലെങ്കിൽ മദർ ഇൻ ലോസോ ആരെങ്കിലും കുട്ടിയെ ഏൽപ്പിച്ചിട്ട് 2 മണിക്കൂർ വരാം. അങ്ങനെ പറ്റാത്ത അവസ്ഥ കുട്ടിക്ക് മാറിക്കാൻ പറ്റില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം, ദാറ്റ്സ് യുവർ പ്രോബ്ലം. യു ചോസ് ടു ഹാവ് കിഡ്സ്, ദെൻ യു ഷുഡ് കോംപ്രമൈസ്. വൈ ഷുഡ് ദ പബ്ലിക് സഫർ ഫോർ ദാറ്റ്? അത് വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആണ്. അതും കുട്ടികളെ ഇതൊന്നും ചെയ്യാനും പറ്റില്ല. പ്ലീസ് ലെറ്റ് ദ ബേബി സ്റ്റേ ഔട്ട് ഓഫ് തിയേറ്റർ. കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരരുത്. റിക്വസ്റ്റ് ആണ്. കുട്ടികളെ ലേറ്റ് ആയിട്ട് എനിക്ക് പിന്നെ ഇഗ്നോർ ചെയ്യാം. ബട്ട് ദർ ആർ ദിസ് ബഞ്ച് ഓഫ് ലൂസർ ഗ്രോൺ അപ്പ് ആസോൾസ്. ബാക്കിയുള്ള ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തിയേറ്ററിലേക്ക് വന്ന കുറച്ചുണ്ടാവും. അതായത് എസ്പെഷ്യലി ഇങ്ങനെ ഹൊറർ മൂവീസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ല ഇന്ത്യൻ സീൻ ബാക്കിൽ ഇടുന്ന ഡയലോഗ് അടിക്കും, കമന്റ് അടിക്കുന്നതാണ്. ഇവിടെ നിനക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്ന സിനിമയാണ്. എന്തിനാ തിയേറ്ററിലേക്ക് ഒന്ന് ബാക്കിയുള്ള എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യാൻ? ആൻഡ് ഇഫ് യു തിങ്ക് ഇറ്റ്സ് കൂൾ, നോ, ഇറ്റ്സ് നോട്ട് കൂൾ, ഇറ്റ്സ് നോട്ട് ഫണ്ണി. അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകും യു ആർ ജസ്റ്റ് എൻ ഇൻസെക്യൂർ ആസോൾ. ഈ ചെറിയൊരു 2 മിനിറ്റ്സ് ഫെയിമിനും അറ്റൻഷനും ബാക്കിയുള്ളത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. നിന്റെ അതൊരു മൈക്ക് തന്ന സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിന്റെ മുട്ട് വരയ്ക്കും. സോ ജസ്റ്റ് ഡോണ്ട് ഡു ഇറ്റ്. നോബഡി തിങ്സ് ഇറ്റ്സ് കൂൾ. ഇതുവരെ ആരും നിന്നെ പിടിച്ച് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ബിക്കോസ് ദേ തിങ്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ദെയർ വൈൽ. നിന്നെ പൊട്ടിക്കാൻ വന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് സിനിമ ആ സമയത്ത് ബാക്കിയവർക്ക് സ്പോയിൽ ചെയ്ത് കാണുന്ന ആൾക്കും മിസ്സായി. അതാർക്കും താല്പര്യപ്പെടുന്നില്ല. രണ്ടെണ്ണം എപ്പോഴെങ്കിലും കിട്ടും, അപ്പോൾ മനസ്സിലാകും. If you really want people's attention and people to notice you, just build your character, just build your personality. അല്ലാതെ ഇങ്ങനെ തിയേറ്ററിൽ ഇരുട്ടത്തിൽ കിടന്ന ഡയലോഗ് ഓടിക്കല്ലേ വേണ്ടത്. Nobody thinks it's cool, nobody gives a fuck.